വ്യത്യസ്തമായിട്ട് ബിജുപാൽ അഭിനയിക്കുന്ന ആൽബം ഉണ്ട് കേട്ടോ. ചാരുലത ബിജുപാലല്ലേ ചെയ്തിരിക്കുന്നത്. ഒരു സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്. സാധാരണഗതിയിൽ ആൽബങ്ങളിൽ പാട്ടുകാർ തന്നെ പ്രത്യക്ഷപ്പെട്ട് അത് പാടുകയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഒരു ആൽബം, എല്ലാ ആൽബവും ഞാൻ നോക്കിയപ്പോൾ ചാരുലതയാണെങ്കിലും ചാരുലതയിലൊക്കെ ബിജിയേട്ടനാണ് അതിന്റെ തുടക്കത്തില് ഹരിനാരായണനും അതിൽ ചാരുലതയായിട്ട് ഉള്ള ആ ക്യാരക്ടറിന്റെ ഹസ്ബൻഡ് ഭൂപതിയായിട്ട് വരുന്നത് ഹരിനാരായണനാണ്. അപ്പോൾ അതിനകത്ത് അത് പിന്നെ ഒരു ഒരു ചെറിയ ഷോർട്ട് ഫിലിമിൻ്റെ സ്വഭാവം പോലും ഉണ്ട്. പിന്നെ ഈ സ്ത്രീ ഹരിയെ കാണുമ്പം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമൊക്കെ. അപ്പം അങ്ങനെ ഒരു സ്റ്റോറി ടെല്ലിംഗ് രീതിയുണ്ട്, അത് ചിരുതയിലുണ്ട്. അങ്ങനെ അപ്പം ഈ ആൽബത്തിന് അങ്ങനെ ഒരു വേറൊരു സ്വഭാവം കൊടുക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നത് എങ്ങനെ? അത് ഈ ശ്രുതിയുടെയൊക്കെ ഒരു സിനിമ ചെയ്യുന്ന പോലെ തന്നെയാണ് ഞങ്ങൾ മ്യൂസിക്. അത് അതിഗംഭീര ക്യാമറ, നല്ല എഡിറ്റിങ്, നല്ല കളർ, ഒരുപാട് സമയമെടുത്ത് ഡിസ്കസ് ചെയ്ത്. ചാരുലതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 1.5 കൊല്ലത്തോളം നമ്മൾ അതിന് പിന്നാലെ കൽക്കട്ടയിലൊക്കെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് നമ്മളങ്ങനെ ചർച്ച ചെയ്ത് ഒരു കഥ ഉണ്ടാക്കി. നമ്മൾ ആദ്യം ഈ പശ്ചാത്തലത്തിലൊന്നും ആയിരുന്നില്ല. നമ്മൾ ആദ്യം അതിന് വേറെ ഒരു കാളിദാസൻ്റെ ഒരു സബ്ജക്റ്റൊക്കെ വെച്ച് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തു. പിന്നെ അത് വേണ്ടാന്ന് വെക്കുന്നു, സത്യജിത് റേയിലേക്ക് വരുന്നു. ചാരുലതയുടെ ഒരു ട്രിബ്യൂട്ടായിട്ട് നമുക്ക് ചെയ്യാം, അതേ കഥയുടെ ഒരു സാരാംശം എടുത്തുകൊണ്ട് പുതിയൊരു കഥ ഉണ്ടാക്കുന്നു. അങ്ങനെ ചർച്ച ചെയ്തതിൽ തീർച്ചയായിട്ടും അതിൽ ശ്രുതി ശരണ്യത്തിൻ്റെ ബ്രെയിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കവിതയും എഴുതുന്നതും പുള്ളിക്കാരിയാണ്, സംവിധാനവും ആളാണ്. നമ്മുടെ പ്രേക്ഷകരൊക്കെ ബാലെ പാടിപ്പിക്കുമോ? സമയം കഴിഞ്ഞു, അതിക്രമിച്ചു. ബാലയായിരുന്നു ഈ ഒരു സ്വതന്ത്ര സംഗീത ആൽബങ്ങളുടെ തുടക്കം. ആദ്യമായി ചെയ്തത് ബാലയാണ്. 2017 ആ സമയത്താണ്. വരുമ്പോൾ ഒരു കുഴപ്പം സുദീപേ, ഇടവിട്ട് പാടേണ്ടി വരും. നമ്മളെ കൊണ്ടത് പറയിപ്പിക്കാതിരിക്കുക. വരുമ്പോ തന്നെ പറഞ്ഞു, അത് പാടേണ്ടി വരും. പ്രത്യേകിച്ച് രാവിലത്തെ എണീറ്റ സമയത്ത് പാടാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അഥവാ സുദീപ് പാടുന്നില്ല, നമ്മള് കമൽ സാറിനെ കൊണ്ട് പാടിപ്പിക്കും. ഇവിടെ ഒരുപാട് പാട്ടുകൾ പ്രദീപ് പാടും, എല്ലാവരും പാടുന്നത് കാണാൻ. നിങ്ങളൊക്കെ പാടുമെന്നുള്ളത് ഇവരെ കേട്ടിട്ടില്ല. ഞങ്ങൾ ആ കഴിവുകളൊക്കെ ഒളിപ്പിച്ചു വെച്ചു. പ്രത്യേകിച്ച് കമൽ സാർ വിളിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ? നിങ്ങൾക്ക് സമയമില്ലല്ലോ. അല്ല, സാറിന് ബുദ്ധിമുട്ടാവും. ഈ ബാലെ കേൾക്കാം. ബാലെ